അധ്യാപനം, ഒരു ടീച്ചറാവുക എന്ന ആ വലിയ സ്വപ്നത്തിലേക്ക് വരാനാഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. കേരളത്തിലെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ലോകത്തേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിക്കാം. ഒന്ന് കണ്ണടച്ചോർത്തു നോക്കിക്കേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ടീച്ചർമാരുണ്ടാവും, അല്ലേ? നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെട്ടവർ, ചിലപ്പോൾ നമ്മൾക്കൊട്ടും ഇഷ്ടമല്ലാത്തവരും കാണും. എന്തുകൊണ്ടാണ് ചിലർ മാത്രം നമ്മുടെ ഓർമ്മയിലിങ്ങനെ മായാതെ നിൽക്കുന്നത്? മറ്റേത് ജോലിയേക്കാളും വലിയൊരു ഉത്തരവാദിത്തമാണ് ടീച്ചിങ്. പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകുന്ന ആ എലമെന്ററി തലത്തില്. അവിടെയാണ് നമ്മൾ ഓർക്കുന്ന ആ നല്ല അധ്യാപകരുണ്ടാകുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. കാരണം ഒരു കുട്ടിയുടെ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ ആണിക്കൽ ഉറപ്പിക്കുന്നത് ഈ സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് കുറേക്കൂടി കഴിവു വേണ്ട ഒന്നാണ്. അത് വലിയ വെല്ലുവിളിയാണ്, പക്ഷേ അതിലേറെ സംതൃപ്തി തരുന്ന ഒരു ദൗത്യവുമാണ്. അപ്പോൾ എന്താണ് ഈ എലമെന്ററി വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? വളരെ സിമ്പിളാണ്. പ്രീ പ്രൈമറിക്കും സെക്കൻഡറിക്കും ഇടയിലുള്ള സമയം, അതായത് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കാലഘട്ടം. ഒരു കുട്ടിയുടെ പിന്നീടുള്ള എല്ലാ പഠനത്തിനും വേണ്ട അടിത്തറ വീഴുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത്രയും ശക്തമായൊരു അടിത്തറയിടാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന, സജ്ജരാക്കുന്ന പ്രധാന കോഴ്സാണ് ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ. നമ്മൾ DELED എന്ന് ചുരുക്കി പറയും. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതൊരു 2 വർഷത്തെ കോഴ്സാണ്. മൊത്തം 4 സെമസ്റ്ററുകൾ. ഓരോ സെമസ്റ്ററും നിങ്ങളെ പടിപ്പടിയായി ഒരു നല്ല ടീച്ചറാക്കി മാറ്റും. തിയറിയിൽ തുടങ്ങി പതിയെ പതിയെ സ്കൂളുകളിൽ പോയി അവസാനം യഥാർത്ഥ ക്ലാസ് റൂമുകളിൽ പഠിപ്പിച്ച്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ഇത് വെറുതെ കുറേ പുസ്തകങ്ങൾ പഠിക്കുന്നൊരു കോഴ്സല്ല. തീർച്ചയായും 35 തിയറി പേപ്പറുകളുണ്ട്. പക്ഷേ അതിനപ്പുറം യഥാർത്ഥ സ്കൂളുകളിൽ പോയുള്ള എക്സ്പീരിയൻസ്, നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് വളർത്താനുള്ള ക്യാമ്പുകൾ, പുതിയ കാര്യങ്ങൾ കാണാനും പഠിക്കാനുമുള്ള സ്റ്റഡി ടൂറുകൾ, വർക്ക്ഷോപ്പുകൾ, ഇതെല്ലാം ചേർന്നതാണ് ഈ കോഴ്സ്. ഈ കോഴ്സിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം, അത് ഈ 100 ദിവസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ആണ്. കാരണം പുസ്തകത്തിൽ പഠിച്ചത് എങ്ങനെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കണമെന്ന് പഠിക്കുന്നത് ഇവിടെ വെച്ചാണ്. കുട്ടികളുമായി നേരിട്ട് ഇടപഴകാനുള്ള ഒരു സുവർണ അവസരം. അതുകൂടാതെ 15 ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു റെസിഡൻഷ്യൽ ക്യാമ്പുമുണ്ട്. ഇത് വെറുമൊരു ഒത്തുചേരലല്ല കേട്ടോ. നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും, ഒരു ടീമായി എങ്ങനെ പ്രവർത്തിക്കണം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം വളർത്തിയെടുക്കാൻ ഈ ക്യാമ്പ് സഹായിക്കും. ശരി, അപ്പോൾ നിങ്ങൾ DLED കോഴ്സൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വയ്ക്കാം. അതോടെ ടീച്ചറാകാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ യോഗ്യത തെളിയിക്കാൻ ചില കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. ഓരോ ലെവലിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനും ഓരോ തരം പരിശീലനം വേണമല്ലേ? അതുകൊണ്ടാണ് കേരളത്തിൽ പല കോഴ്സുകളുമുള്ളത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന എലമെന്ററി ലെവലിന് DLED പോലെ പ്രീ പ്രൈമറിക്ക് PPTTC, പിന്നെ സെക്കൻഡറി ലെവലിലേക്ക് BEd, MEd അങ്ങനെയുള്ള കോഴ്സുകളൊക്കെയുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സാമുകളിലേക്ക് വരാം. കേരളത്തിലെ സ്കൂളുകളിലാണെങ്കിൽ KTET പാസ്സാകണം. കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊക്കെയാണെങ്കിൽ CTET വേണം. ഹയർ സെക്കൻഡറിക്ക് സെറ്റ്, കോളേജ് തലത്തിലേക്ക് നെറ്റ്. അങ്ങനെ ഓരോ ലെവലിനും ഓരോ യോഗ്യതാ പരീക്ഷകളുണ്ട്. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ലോക്കൽ ലെവൽ മുതൽ നാഷണൽ ലെവൽ വരെ വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട്. ഒരു പുതിയ ടീച്ചർക്ക് ഏറ്റവും പെട്ടെന്ന് സഹായം കിട്ടുന്ന സ്ഥലങ്ങളാണ് ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളും BRC, ക്ലസ്റ്റർ റിസോഴ്സ് സെന്ററുകളും CRC. പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വന്നാലോ പുതിയ ഐഡിയകൾ വേണമെങ്കിലോ ഇവരാണ് നിങ്ങളെ സഹായിക്കുക. ഓരോ ജില്ലയിലെയും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഡയറ്റാണ്, അതായത് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ. നിങ്ങൾ പഠിക്കുന്ന DLED ട്രെയിനിങ്ങിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. ഇനി സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് SCRT ആണ്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാഠപുസ്തകങ്ങൾ, ഫോളോ ചെയ്യുന്ന കരിക്കുലം, ഇതിൻ്റെ എല്ലാം പിന്നിൽ SCRT ആണ്. ഇനി ദേശീയ തലത്തിലേക്ക് വന്നാലോ, അവിടെയാണ് NCERT വരുന്നത്. രാജ്യത്തെ മൊത്തം വിദ്യാഭ്യാസ ഗവേഷണത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും തലച്ചോറ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ തലച്ചോറ് പറയുന്ന കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടപ്പാക്കുന്ന കൈകളാണ് RIE, അതായത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. രാജ്യത്തെ എല്ലാ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഒരു ദേശീയ സമിതിയുണ്ട്. അതാണ് NCTE. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു കോഴ്സിന് ചേരുമ്പോഴും അതിന് NCTE അംഗീകാരമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ കോഴ്സ് കഴിഞ്ഞു, ജോലിയും കിട്ടി, അതോടെ പഠിത്തം നിർത്തിയോ? ഒരിക്കലുമില്ല. ഒരു നല്ല ടീച്ചറുടെ പഠനം ഒരിക്കലും തീരുന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സ്ലൈഡിൽ പറയുന്നതാണ് ഒരു ടീച്ചർ എപ്പോഴും ഓർക്കേണ്ട കാര്യം. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, അറിവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ടീച്ചറും എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന, അന്വേഷിക്കുന്ന ഒരാളായിരിക്കണം. ഇതിലെ നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ,
ഈ പഠനയാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ അറിവും കഴിവും എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ SSA, കൈറ്റ് പോലുള്ള ഏജൻസികളുടെ നിരന്തരമായ പരിശീലനങ്ങൾ നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അധ്യാപനം എന്ന ഈ മഹത്തായ യാത്ര തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഈ പ്രയാണത്തിൽ നിങ്ങളുടെ കയ്യൊപ്പ് എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.